ഇന്ത്യയിലെ ബ്രിട്ടീഷ് വൈസ്രോയിമാർ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയ് കാനിംഗ് പ്രഭു ആണ്. 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ട് പാസാക്കിയപ്പോൾ മിന്റോ പ്രഭു രണ്ടാമൻ ആയിരുന്നു ഇന്ത്യയുടെ വൈസ്രോയ്. ബാലവേല നിരോധിക്കുന്നതിന് 1881 റിപ്പൺ പ്രഭു കൊണ്ടുവന്ന നിയമം ഫാക്ടറി നിയമം. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861 പാസാക്കിയപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയ് ആരായിരുന്നു? കാനിംഗ് പ്രഭു. ഒറീസയിലെ കടുത്ത ക്ഷാമവും ഭൂട്ടാനുമായുള്ള യുദ്ധവും നടന്ന സമയത്തെ വൈസ്രോയ് ജോൺ ലോറൻസ്. വികേന്ദ്രീകരണം ഉൾപ്പെടെയുള്ള ഭരണപരിഷ്കാരങ്ങൾ നടപ്പാക്കിയ വൈസ്രോയ് ആര്? മേയോ പ്രഭു. മേയോ പ്രഭുവിൻ്റെ പേരിൽ മേയോ കോളേജ് സ്ഥാപിച്ച സ്ഥലം അജ്മീർ. കൽക്കട്ട, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിൽ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കപ്പെട്ടത് ഏത് വൈസ്രോയിയുടെ കാലത്താണ്? കാനിംഗ് പ്രഭു. 1877 ഡൽഹിയിൽ രാജകീയ ദർബാർ സംഘടിപ്പിച്ച വൈസ്രോയ് ആര്? ലിട്ടൺ പ്രഭു. അലിഗഡിലെ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് തുറന്നത് ആര് വൈസ്രോയ് ആയിരിക്കുമ്പോഴാണ്? ലിട്ടൺ പ്രഭു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വൈസ്രോയ് ആര്? റിപ്പൺ പ്രഭു. 1875 പ്രാദേശിക ഭാഷാ പത്രനിയമം നടപ്പാക്കിയ വൈസ്രോയ് ലിട്ടൺ പ്രഭു. കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടത്തിയ വർഷം 1905. കഴ്സൺ പ്രഭു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായി നിയമിച്ചത് ആരെ? സർ ജോൺ മാർഷൽ. ലോർഡ് കിച്ച്നറുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രാജിവെച്ച വൈസ്രോയ് ആര്? കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയ് ആര്? ഹാർഡിഞ്ച് പ്രഭു രണ്ടാമൻ. ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയ വൈസ്രോയ് ആര്? ഹാർഡിഞ്ച് രണ്ടാമൻ. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് വഹാബികൾ നടത്തിയ കലാപം അമർച്ച ചെയ്തത്? എൽജിൻ പ്രഭു ഒന്നാമൻ. അഫ്ഗാൻ പ്രശ്നത്തിൽ സാലിസ്ബറി പ്രഭുവിൻ്റെ നടപടികളിൽ പ്രതിഷേധിച്ച് രാജിവെച്ച വൈസ്രോയ് നോർത്ത് ബ്രൂക്ക് പ്രഭു. ലിട്ടൺ പ്രഭു പ്രാദേശിക ഭാഷാ പത്രനിയമം നടപ്പാക്കിയ വർഷം 1878. പ്രാദേശിക ഭാഷാ പത്രനിയമം റദ്ദാക്കിയ വൈസ്രോയ് റിപ്പൺ പ്രഭു. വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശനം നടത്തിയ കാലത്തെ വൈസ്രോയ് റീഡിംഗ് പ്രഭു. 1882 തദ്ദേശ സ്വയംഭരണ നിയമം നടപ്പാക്കിയ വൈസ്രോയ് റിപ്പൺ പ്രഭു. ഡൽഹിയിൽ ദർബാർ നടത്തുകയും വിക്ടോറിയ രാജ്ഞിയെ ഇന്ത്യയുടെ ചക്രവർത്തിനിയായി പ്രഖ്യാപിക്കുകയും ചെയ്ത വൈസ്രോയ് ലിട്ടൺ പ്രഭു. ഇംഗ്ലണ്ടിലെ വിക്ടോറിയ രാജ്ഞി അന്തരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയ് കഴ്സൺ പ്രഭു. ഇൽബർട്ട് ബിൽ പാസാക്കിയ വൈസ്രോയ് ആര്? റിപ്പൺ പ്രഭു. ബ്രിട്ടീഷുകാരെ ഇന്ത്യൻ ജസ്റ്റിസുമാർക്ക് വിചാരണ ചെയ്യാൻ അനുവദിച്ചുകൊണ്ടുള്ള ബിൽ ഇൽബർട്ട് ബിൽ. വിക്ടോറിയ രാജ്ഞി അന്തരിച്ചതിനു ശേഷം അധികാരമേറ്റ എഡ്വേർഡ് ഏഴാമൻ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് വൈസ്രോയിയുടെ കാലത്താണ്? കഴ്സൺ പ്രഭു. ഡ്യൂറൻഡ് സന്ധി പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയെയും അഫ്ഗാനിസ്ഥാനെയും വേർതിരിച്ചുകൊണ്ട് അതിർത്തി രേഖ നിലവിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയ് ലാൻസ്ഡൗൺ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയെയും അഫ്ഗാനിസ്ഥാനെയും വേർതിരിച്ച് അതിർത്തി രേഖ നിർണയിച്ചത് ആര്? സർ മോർട്ടിമർ ഡ്യൂറൻഡ്. സ്വദേശി പ്രസ്ഥാനം ഉദയം ചെയ്തത് ഏത് വൈസ്രോയിയുടെ കാലത്ത്? കഴ്സൺ പ്രഭു.
ഖിലാഫത്ത് പ്രസ്ഥാനവും നിസ്സഹകരണ പ്രസ്ഥാനവും അതിൻ്റെ തീവ്രതയിലെത്തിയ സമയത്തെ വൈസ്രോയ്. റീഡിംഗ് പ്രഭു. ഇംഗ്ലണ്ടിലെ രാജാവ് ജോർജ് അഞ്ചാമനും രാജ്ഞി മേരിയും ഇന്ത്യ സന്ദർശിച്ചത് ഏത് വൈസ്രോയിയുടെ കാലത്താണ്? ഹാർഡിഞ്ച് പ്രഭു രണ്ടാമൻ. സൈമൺ കമ്മീഷനെ നിയമിക്കുന്നത് ഏത് വൈസ്രോയിയുടെ കാലത്താണ്? ഇർവിൻ പ്രഭു. 1919 ഇന്ത്യ ഗവൺമെൻറ് ആക്ട് പാസാക്കിയപ്പോൾ ആരായിരുന്നു ഇന്ത്യയുടെ വൈസ്രോയ്? ചെംസ്ഫോർഡ് പ്രഭു. മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരം എന്നറിയപ്പെടുന്നത്? 1919 ഇന്ത്യ ഗവൺമെൻറ് ആക്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ പ്രമേയം പാസാക്കിയപ്പോൾ ആരായിരുന്നു ഇന്ത്യയുടെ വൈസ്രോയ്? ഇർവിൻ പ്രഭു. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയ് ആരായിരുന്നു? ലിൻ ലിത്ഗോ പ്രഭു. മൂന്നാമത്തെ വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയ്? വെല്ലിംഗ്ടൺ പ്രഭു. 1948 ജൂൺ മാസത്തിനു മുൻപ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം നൽകുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് അറ്റ്ലി പ്രഖ്യാപിക്കുമ്പോഴത്തെ വൈസ്രോയ്? വേവൽ പ്രഭു. ഒന്നാം വട്ടമേശ സമ്മേളനം ഇംഗ്ലണ്ടിൽ നടക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയ്? ഇർവിൻ പ്രഭു. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയ് ആരായിരുന്നു? ലിൻ ലിത്ഗോ പ്രഭു. 1946 നാവിക കലാപം നടന്ന ഇന്ത്യയുടെ വൈസ്രോയ് ആരായിരുന്നു? വേവൽ പ്രഭു. ഇന്ത്യയെ വിഭജിക്കാൻ തീരുമാനിച്ച വൈസ്രോയ്? മൗണ്ട് ബാറ്റൺ പ്രഭു. റൗലറ്റ് ആക്ട് നിലവിൽ വരികയും അതിനെതിരെ രാജ്യത്ത് പ്രക്ഷോഭം ഉണ്ടാവുകയും ചെയ്തത് ഏതു വൈസ്രോയിയുടെ കാലത്ത്? ചെംസ്ഫോർഡ് പ്രഭു. ഇന്ത്യയെ വിഭജിച്ച് 1947 ഓഗസ്റ്റ് 14 പാകിസ്ഥാന് രൂപം നൽകിയ വൈസ്രോയ്? മൗണ്ട് ബാറ്റൺ പ്രഭു. ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല നടന്ന സമയത്തെ വൈസ്രോയ്? ചെംസ്ഫോർഡ് പ്രഭു ആയിരുന്നു. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ വൈസ്രോയ്? ലിൻ ലിത്ഗോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അതിൻ്റെ സമാധാനപരമായ മരണത്തിലേക്ക് നയിക്കാനാണ് താൻ വന്നിരിക്കുന്നത് എന്നു പറഞ്ഞ വൈസ്രോയ് ആര്? കഴ്സൺ പ്രഭു. If you like our videos, please subscribe to our channel and don't forget to hit the like button below. For more question and answers, visit our website www.keralapscgk.com.